മൂപ്പരെ മൂന്നാമത്തെ തെളിവ് എന്താണെന്നറിയോ? മൂന്നാമത്തെ തെളിവ് ഷഹാദത്ത് കലിമയിൽ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹില്ലേ, മുഹമ്മദ് വ്യക്തിയല്ലേ, അപ്പൊ ഇസ്ലാമിൽ വ്യക്തിപൂജയില്ലേ? അതൊന്ന് കേട്ടോളി നിങ്ങള്. ഇയാൾ എവിടേക്കാ പോണത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ. നമ്മളിങ്ങനെ പ്രസംഗിക്കുകയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തികൾക്ക് യാതൊരു പ്രത്യേകതയുമില്ല, അവിടെ വ്യക്തി പൂജയില്ല, അവിടെ ആദരവില്ല, അവിടെ ആരാധനയില്ല, അവിടെ ഒന്നും തന്നെയില്ല. അള്ളാഹുമായി ഞങ്ങളുടെ മതം എന്തുമാത്രം സുന്ദരം, അള്ളാഹുമായി നേർക്കുനേരെ നടത്തുന്ന ഇടപാട് വ്യക്തികൾക്ക് അവിടെ യാതൊരു സ്വാധീനവും വ്യക്തികൾക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഈ മതത്തിലില്ല എന്ന് നമ്മളിങ്ങനെ സുന്ദരമായി പ്രസംഗിക്കുമ്പോൾ ഒരാൾ നിട്ടല്ല നിങ്ങളെ മതത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യത്തെ നമുക്ക് പറയേണ്ടി വരികയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദ് ആരാണ്? അല്ലാഹയാണോ? അല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആരാ? അള്ളാഹുവിന്റെ പ്രവാചകർ. ചിലരുടെ ഭാഷയിൽ സാധാരണ മനുഷ്യൻ. ഇത്രയേറെ വ്യക്തിക്ക് സ്വാധീനമുള്ള മതം വേറുണ്ടോ? അത് പറഞ്ഞാല് മുഹമ്മദ് റസൂലുള്ളാഹ് പറയാതെ മുസ്ലിം ആകൂല. നമ്മൾ ആലോചിച്ചു നോക്കും. നമ്മുടെ മുദ്രാവാക്യം, നമ്മൾ വിപ്ലവത്തിന്റെ ആളുകൾ, നാം വിമോചനത്തിന്റെ ആളുകൾ, നാം പോരാട്ടത്തിന്റെ ആളുകൾ, നാം ആദർശത്തിന്റെ ആളുകൾ, നാം ആശയത്തിന്റെ ആളുകൾ, നാം ബുദ്ധിയുടെ ആളുകൾ, നാം യുക്തിയുടെ ആളുകൾ. നമ്മുടെ മതത്തിന്റെ അടിസ്ഥാനപരമായ മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്ലാമു ദീനുല്ലാഹ്. എന്ത് നല്ല മുദ്രാവാക്യം! നമ്മളെ കുട്ടികൾക്കൊക്കെ കണ്ടോ ഞങ്ങളുടെ മതം? വ്യക്തികളില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്ലാമു ദീനുല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയില്ല, ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. എന്തൊരു ആദർശം! നമുക്കൊക്കെ സുന്ദരമായി, എനിക്കൊക്കെ സുന്ദരമായി പ്രസംഗിക്കാമായിരുന്നു. കണ്ടോ ഞങ്ങളുടെ മതം? അവിടെ വ്യക്തി പൂജയില്ല, അവിടെ മധ്യവർത്തിയില്ല, അവിടെ വ്യക്തികൾക്ക് യാതൊരു സാധനവും. എന്റെ അല്ലാഹ് ആ മുദ്രാവാക്യം പഠിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ വേറൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഖുർആൻ കിതാബുല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഖുർആൻ കിതാബുല്ലാഹ്. എന്ത് നല്ല മുദ്രാവാക്യം! അല്ലാഹു അല്ലാതെ ആരാധനയില്ല, ഖുർആൻ അല്ലാഹുവിന്റെ ഗ്രന്ഥാണ്, അവിടെ വ്യക്തിയില്ല. അതൊക്കെ അല്ലാഹു തആലക്ക് വേണമെങ്കിൽ പറയിപ്പിക്കാമായിരുന്നല്ലോ. പൂജ എന്ന് പറഞ്ഞാലും ആരാധന എന്ന് പറഞ്ഞാലും ആദരവ് എന്ന് പറഞ്ഞാലും എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, അള്ളാഹുവിന്റെ കൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന വസീലയെ പറഞ്ഞേ മതിയാകൂ. നമുക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനേക്കാളും നല്ല തൗഹീദ്, ഇതിനേക്കാളും നല്ല മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്ലാമു ദീനുല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഖുർആൻ കിതാബുല്ലാഹ് ഇതാണ് എന്ന് നമുക്ക് തോന്നിയാൽ പോലും അത് പറഞ്ഞേ മതിയാകും. അള്ളാഹ് പറയാത്ത, നബി തങ്ങൾ പറയാത്ത ഒരു ആദർശം ഉയർത്തിപ്പിടിച്ച നടന്ന് ആ ആദർശം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ കഴിയും നമുക്ക് തോന്നുന്നു. കണ്ടോ? അപ്പൊ സ്നേഹസംവാദത്തിൽ നമ്മൾ പറയും ഞങ്ങളെ മതത്തിൽ വ്യക്തിപൂജയില്ല, വീരാരാധനയില്ല, നേർക്കുനേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, ബുദ്ധിക്കും ചിന്തക്കും യോജിക്കുന്ന മതമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവര് ചോദിക്കും, അപ്പൊ ഞങ്ങൾ മുസ്ലിം ആകട്ടെ? ശരി, ഷഹാദത്ത് എന്ന് പറഞ്ഞാട്ടെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ മുഹമ്മദ് അതല്ലേ? അല്ലല്ലോ, വ്യക്തിയല്ലേ. അപ്പൊ വ്യക്തിപൂജ വന്നില്ലേ? വന്നോൻ അങ്ങോട്ട് തന്നെ പോകും. തരീക്കത്തേക്ക് വന്നാൽ തിരിച്ചു പോകും, ഉറപ്പന്നെയാ. ഇതിലും നല്ല അവിടെ കയറുന്നു 30 കോടി ദൈവങ്ങളെ പൂജിക്കണം ഞാൻ, അല്ലേ? പേര് മാത്രം ഒന്ന് മാറ്റി രാമൻകുട്ടി രായൻകുട്ടിയായിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കും, യാതൊരു സംശയമല്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമയുടെ രണ്ടാമത്തെ ഭാഗം വീരാരാധനയുടെ, വ്യക്തി പൂജയുടെ വേരെടുക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹുവല്ലാതെ ഇലാഹില്ല. എന്താ ഇലാഹിനർത്ഥം? അൽ മുസ്തഹിഖു ലിൽ ഇബാദ, ഇബാദത്തിനർഹൻ, അൽ മഅബൂദ് ബിഹഖിൻ, സത്യമായ ആരാധ്യൻ, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ലോകത്ത് വല്ല നിലക്കും ഇലാഹാകാൻ അർഹതയും അവകാശവും യോഗ്യതയും ഉണ്ടെങ്കിൽ അതാർക്കാ? അഷ്റഫുൽ ബശർ എന്ന് മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന, ഉത്തമരിൽ ഉത്തമരെന്ന് മനുഷ്യരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹമാണ് ഇലാഹ ആകുകയാണെങ്കിൽ ആകേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഇലാഹിയത്തിന്റെ യാതൊരു അംശവുമില്ല. വീരാരാധനയെ വേരോടെ പിഴുതു കളയുകയാണ്. പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട്? അദ്ദേഹം ഇലാഹാണോ? അല്ല. ഇലാഹിന്റെ അംശമാണോ? അല്ല. ഇലാഹിന്റെ അവതാരമാണോ? അല്ല. പിന്നെയോ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതൻ മാത്രം, ദൂതൻ മാത്രം. കണ്ടോ? അപ്പൊ വ്യക്തി പൂജകളെ വീരാരാധന വേറെ ഇറക്കുക ചെയ്യുന്നത്. വല്ല നിലക്കും ഇലാഹാകാൻ അർഹതയുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയാണ് ആകേണ്ടിയിരുന്നത്. ആ മുഹമ്മദ് നബിക്ക് പോലും ഇലാഹിയത്തില്ല, അദ്ദേഹത്തിന് പോലും ഇലാഹിയത്തിന്റെ അംശമില്ല. അദ്ദേഹത്തിന്റെ നിലപാട് അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൂതൻ മാത്രമാകുന്നു. കണ്ടോ?
ലാ തുത്രൂനി കമാ അത്രത്തിൻ നസാറ ഈസ ഇബ്നു മറിയം ഇന്നമാ അന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈസ ഇബ്നു മറിയമിനെ ക്രിസ്ത്യാനികൾ അമിതമായി പ്രശംസിച്ച പോലെ, വാഴ്ത്തി പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ അതിരുവിട്ട് പ്രശംസിക്കല്ല കേട്ടോ, പുകഴ്ത്തി പറയല്ല കേട്ടോ. ഞാൻ അള്ളാഹുവിന്റെ ഒരു ദാസൻ മാത്രമാണ്, അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്. രണ്ട് പദവികളാണ്. ഒന്ന് ഉബൂദിയത്തിന്റെ പദവി, അള്ളാഹുവിന്റെ അടിമ, അവന്റെ ദാസൻ എന്ന പദവി. മറ്റൊന്ന് റിസാലത്തിന്റെ പദവി, റസൂൽ എന്ന പദവി, അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന വ്യക്തി. ഇത് രണ്ടുമേ എന്നെ കുറിച്ച് നിങ്ങൾ പറയാവൂ. കണ്ടോ? അപ്പൊ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാകുന്നു എന്ന കലിമയുടെ രണ്ടാം ഭാഗം വ്യക്തി പൂജയെ വേരോടെ പിഴുതെറിയുന്നതാണ്. പക്ഷേ ഇബ്ലീസിന്റെ വക്കാലത്ത് വാങ്ങിയ മുസ്ലിയാർ പറഞ്ഞത് വ്യക്തി പൂജയെ സ്ഥാപിക്കുന്നതാണത് എന്നാണ്. വായാടിത്തം കൊണ്ട് എന്തും സ്ഥാപിക്കാമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. മധ്യവർത്തി വേണമെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അവിടെ മുഹമ്മദ് റസൂലുള്ളാഹ് ഉൾപ്പെടുത്തിയത്. വസീല വേണമെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഏതൊരു കാലത്തും മുഅ്മിനീങ്ങൾ ആ കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ട നബിയെ അംഗീകരിക്കണം. എന്തായി അംഗീകരിക്കണം? ഇലാഹിന്റെ അംശമായിട്ട് അംഗീകരിക്കണം എന്നാണോ? പ്രാർത്ഥനയുടെ പങ്കാളിയായി അംഗീകരിക്കണം എന്നാണോ? ആരാധന അർപ്പിക്കപ്പെടേണ്ട പങ്കാളിയായിട്ട് ശരീക്കായിട്ട് അംഗീകരിക്കണം എന്നാണോ? അല്ല, റസൂലായിട്ട്, നബിയായിട്ട്, അള്ളാഹുവിന്റെ സന്ദേശവാഹകനായിട്ട് അംഗീകരിക്കണം. അദ്ദേഹത്തെ അനുസരിക്കണം. വഅബ്ദുല്ലാഹ വതഖൂഹു വഅതിഊൻ. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കണം, അവനെ സൂക്ഷിക്കണം, എന്നെ നിങ്ങൾ അനുസരിക്കണം. എന്നെ ആരാധിക്കണമെന്നല്ല, എന്നെ ആരാധിച്ചോളി, അള്ളാഹിനെ ആരാധിച്ചോളി. ഞാൻ അള്ളാഹുവിന്റെ അംശം തന്നെ. എന്നെ പൂജിച്ചാലും അള്ളാഹിനെ പൂജിച്ചത് തന്നെ, ആരെ പൂജിച്ചാലും ഒന്നെന്നെ എന്നാണോ പ്രവാചകന്മാര് പറഞ്ഞത്? അല്ല, ആബിദുർ റസൂൽ കാഫിറാണ്. മനസ്സിലായില്ലേ? മുതീഉർ റസൂൽ മുഅ്മിനാണ്. അപ്പൊ റസൂലുകൾ അനുസരിക്കാൻ വേണ്ടത്, റസൂലുകൾ അനുസരിക്കണം. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നി. അല്ലാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. പ്രവാചകന്മാർ അനുസരിക്കണം, പിൻപറ്റണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറാ. അല്ലാഹുവിന്റെ ദൂതരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഖിയാമത്ത് നാളിൽ അവന്റെ മുമ്പിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അള്ളാഹുവിനെ അധികം ഓർക്കണം, സ്മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്നവർക്ക്, പരലോകത്തിൽ വിശ്വസിക്കുന്നവർക്ക്, അള്ളാഹു കാണും, അവനറിയുമെന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകൾക്ക് റസൂലിൽ മാതൃകയുണ്ട്. അപ്പൊ റസൂൽ മാതൃകാപുരുഷനാണ്. മാതൃകാപുരുഷന്മാരായിട്ടാണ് എല്ലാ അമ്പിയാക്കളെയും അയച്ചത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു.